ഭാവജാലങ്ങൾ. ആദിമ മനുഷ്യനായ ആദാമിനെ ജനിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ടി ഭൂമിയും നക്ഷത്രങ്ങളും സൃഷ്ടിച്ച് ക്രമീകരിച്ചുവെന്നാണ് ബൈബിളിന്റെ ആദ്യകാല ഭാവനകൾ ഉറപ്പിക്കുന്നത്. എങ്കിലും പ്രപഞ്ചത്തിന് ഒരു ഘടനയോ ആ സങ്കീർണമായ പ്രവർത്തനത്തിന്റെ വിശദീകരണങ്ങളോ കൊടുക്കാൻ ആദാം മുതൽ തുടങ്ങുന്ന മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം വിവരിക്കുന്നിടത്ത് കഴിയാതിരുന്നതിനാൽ പ്രപഞ്ചരൂപത്തെ വിവരിക്കുന്നതിന് ക്രിസ്തീയ പാരമ്പര്യം ക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്ന ഗ്രീക്ക് ചിന്തകരുടെ ഭാവനകളെ ആശ്രയിക്കുന്നതായിട്ടാണ് കാണാനാവുന്നത്. ഭാരതീയ ഭാവനകളുടെ പ്രപഞ്ച ദർശനത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നിലകൊള്ളുന്നത് ത്രിമൂർത്തികളുടെ സൃഷ്ടി, സ്ഥിതി, സംഹാര പ്രവർത്തനങ്ങളാണ്. അനന്തമായ ജീവിത ദൈർഘ്യമുള്ള ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിന്റെ ഭാവനാ വൈഭവവും സൃഷ്ടി നൈപുണ്യവും കൊണ്ട് ഭൂമിയും പ്രപഞ്ചവും സകല നിലനിൽപ്പുകളും ഉണ്ടായി എന്ന് വിവരിച്ച് സായുജ്യമടയുന്നു. പാശ്ചാത്യൻ സൗകര്യാർത്ഥം ഏകശക്തിയായ ദൈവത്തിൽ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളായ സകലതിന്റെയും ഉടമസ്ഥാവകാശം ചാർത്തിക്കൊടുത്തിരുന്നുവെങ്കിൽ കുറെ കൂടി വിശാലമായ ഭാരതീയ ഭാവന സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളുടെ ഉടമസ്ഥാവകാശം ത്രിമൂർത്തികൾ എന്ന 3 പേർക്കായി വിഭജിക്കുന്ന വിധത്തിൽ നിലകൊള്ളുന്ന നയമാണ് സ്വീകരിച്ചത്. ഭാരതീയമായ വിശ്വാസങ്ങളിൽ ത്രിമൂർത്തികൾക്ക് തുല്യ പ്രാധാന്യം കൽപ്പിക്കാവുന്ന വിധത്തിലാണ് പൊതുവായ പറച്ചിലെങ്കിലും ത്രിമൂർത്തികൾ ഓരോരുത്തരെയും വിവരിക്കുന്നിടത്ത് ഈ സൗഹാർദ്ദവും തുല്യതയും ഒന്നും കാണാനാവുകയുമില്ല. ബ്രഹ്മപുരാണം ബ്രഹ്മാവിനെയും, വിഷ്ണുപുരാണം വിഷ്ണുവിനെയും, ശിവപുരാണം ശിവനെയും സകലതിലും വലുതായി ചിത്രീകരിക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നതായി കാണുന്നു. ഒന്നിനോടൊന്ന് കിടപിടിക്കുന്ന ഭാവനാ വിലാസങ്ങൾ പല കാലങ്ങളിലായി ഉത്ഭവിച്ച് തകർക്കാനാവാത്ത സ്വാധീനമായി വന്നതിന്റെ പരിണതിയായി സംഭവിച്ച ഏകോപനമായി ത്രിമൂർത്തി സമ്പ്രദായത്തെ കാണാനാണ് കഴിയുക. ധാരണാപരമായ ഏകോപനം നടന്നുവെങ്കിലും സ്വജനപക്ഷപാതം എന്ന നിലയിൽ തലമുറകൾക്കപ്പുറവും ജീവനുകളിൽ സംഭവിക്കുന്ന വാസനാവിശേഷങ്ങളുടെ പ്രകൃതിജമായ കൈമാറ്റ പ്രക്രിയയിലൂടെ ത്രിമൂർത്തികളുടെ ശക്തി പരീക്ഷ ഭക്തരിലൂടെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് അനുഭവം. മാറി മാറി വന്ന കാലങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഭാവനയ്ക്ക് ആവും വിധം പ്രതാപികളും ഉജ്ജ്വലശേഷിയുള്ളവരുമായ ദൈവങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് വഴി എല്ലാ സംസ്കാരങ്ങളിലും നിരവധിയായ ദൈവങ്ങൾ ഉണ്ടാവുകയെന്ന സ്ഥിതിവിശേഷവുമുണ്ടായി. ഇഷ്ടഭാവനകളിലൂടെ സൗകര്യാർത്ഥം കടന്നു വന്ന ഇഷ്ടദൈവങ്ങൾ കഥകളിലൂടെ തലമുറകളിലേക്ക് പ്രവേശിച്ച് ശക്തമായ വിശ്വാസമായി തീരുകയും ഒപ്പം അനിവാര്യമായ സ്വാഭാവികതയോടെ വിശ്വാസങ്ങൾ തമ്മിൽ കിടമത്സരങ്ങളായി മാറുകയും ചെയ്തു. ക്രമേണ കേവലമായ ഭാവനാലോകത്തിന് അപ്പുറത്തേക്ക് വികാസം പ്രാപിച്ച മനുഷ്യ മനസ്സുകളിൽ ഉത്ഭവിച്ച തത്വചിന്താപരമായ വിവരണങ്ങൾ വിശ്വാസത്തിലെ മൂർത്തികളിലേക്ക് ചേർത്തപ്പോൾ ഭാവനാസങ്കല്പങ്ങൾക്ക് കാലാന്തര വ്യാപ്തി ഉണ്ടാവുകയും വിചാരത്തിന്റെ ശക്തി കൊണ്ട് തലമുറകൾ കടന്നു നിൽക്കുന്ന അനിഷേധ്യത സംഭവിക്കുകയും ചെയ്തു. കേവലമായ ഭാവനയ്ക്ക് പ്രാധാന്യമില്ലാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യങ്ങൾ ഉണ്ടാകണമെന്ന നിർബന്ധ ബുദ്ധിയിൽ തലമുറകളിലൂടെ പ്രവർത്തിക്കുന്ന ശാസ്ത്രീയ മുന്നേറ്റം സംഭവിക്കുന്നതുവരെ ഇന്നിന്റെ ദൈവസങ്കല്പങ്ങൾ എന്ന ഭാവനാവിലാസങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ശരികൾ തന്നെയായി നിലകൊള്ളുകയും ചെയ്തു. യുക്തിയുടെ അംശം പോലുമില്ലാത്ത കേവല ഭാവനകളോ വിശ്വാസങ്ങളോ മാത്രമായിരുന്നുവെങ്കിലും പരമാവധി അറിവും പരമാവധി ശരിയും എന്ന ദൈവസങ്കല്പത്തെ എടുത്ത് കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടിയവർക്ക് തോന്നുന്നതും ചെയ്യുന്നതും എന്തു തന്നെയായിരുന്നാലും
സമൂഹത്തിന്റെ അന്തിമമായ ശരികളും അനിവാര്യതകളും ആയിത്തീർന്നുവെന്ന് കാണാനാണ് കഴിയുക. അടുത്ത കാലത്തായി അതിവേഗം വളരുന്ന ശാസ്ത്രം തെളിവുകളോടെ ഏറെ വിവരണങ്ങൾ നൽകിയിട്ടും സഹസ്രാബ്ദങ്ങൾ നീണ്ട വിശ്വാസധാര ഇന്നത്തെ തലമുറകളിൽ നിന്ന് പോലും മുറിഞ്ഞു പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സ്ഥിതിവിശേഷം കാണിക്കുന്നത് മനുഷ്യൻ എന്നത് സ്വയം ഇന്നോളം അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും കേവലമായ ഭൗതികതയിൽ രമിച്ച് ജീവിച്ച് അർത്ഥപൂർണത സങ്കല്പിക്കാൻ കഴിയുന്ന വിധമുള്ള നിർമ്മിതി അല്ലെന്നതാണ്. ഈ അവയവങ്ങളിൽ ഒന്നുപോലും നിന്റെ നിർമ്മിതിയേ അല്ല. പ്രാപഞ്ചികമായ ലക്ഷ്യബോധം പ്രാവർത്തികമാക്കിയ സൃഷ്ടി മാത്രമാണ് നീ. കേവലമായ ഭാവനാവിലാസത്തിൽ വിരാജിച്ചിരുന്ന ദൈവസങ്കല്പങ്ങൾ പലതും പക്ഷേ തലമുറകൾ താണ്ടി മനുഷ്യ മനസ്സ് പരിവർത്തനപ്പെട്ട് തത്വവിചാരപരമായി മുന്നേറ്റം നടത്തിയതോടെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നത് മറ്റൊരു യാഥാർത്ഥ്യം. പശ്ചിമേഷ്യൻ, ഈജിപ്ഷ്യൻ, മെഡിറ്ററേനിയൻ ദൈവസങ്കല്പങ്ങളും അനുബന്ധ സംസ്കാരങ്ങളുമെല്ലാം ഇത്തരത്തിൽ വിചാരപരമായി മനുഷ്യ മനസ്സ് മുന്നേറി പ്രവർത്തിച്ചതിന്റെ ഫലമായി ഇല്ലാതായി പോയത് തന്നെയാണ്. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പവിത്രതയോടെ നിലനിന്നിരുന്ന പല വിശ്വാസങ്ങളും ജീവിത രീതികളും മരണാനന്തര ജീവിതം ലക്ഷ്യം വെച്ചുള്ള ശവസംസ്കാര രീതികളുമെല്ലാം ഇന്നിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ചിരിക്കുള്ള വക മാത്രം നൽകുന്ന യാഥാർത്ഥ്യങ്ങളുമാണ്. മനുഷ്യ ചരിത്രത്തിൽ കേവലമായ വിശ്വാസത്തിനപ്പുറം തത്വവിചാരത്തിൽ അധിഷ്ഠിതമായ മുന്നേറ്റം ശക്തിയോടെ സാധ്യമായത് ഗീതാകാരനായ കൃഷ്ണന്റെ വരവോടെ ആയിരുന്നുവെന്ന് അനുമാനിക്കാനാണ് കഴിയുന്നത്. മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേയുള്ളൂ. ആരും മരിക്കുന്നില്ല, ആരും ആരെയും കൊല്ലുന്നുമില്ല. കർമ്മം മാത്രമാണ് നടക്കുന്നത്. ഭാരതീയ ഭാവനയിലെ കാലഗണനാ സങ്കല്പത്തിൽ വരുന്ന ചതുർയുഗങ്ങളിൽ മൂന്നാമത്തേതായ ദ്വാപരത്തിന്റെ ധർമ്മങ്ങൾക്കും സാംസ്കാരിക സങ്കല്പങ്ങൾക്കും പര്യവസാനം വരുത്തി കലിയുഗധർമ്മം സംസ്ഥാപിക്കാനായി കൃഷ്ണൻ സംസാരിച്ചു തുടങ്ങുന്നത് മുതൽ മാനവരാശിയുടെ തത്വവിചാരപരമായ മുന്നേറ്റം തുടങ്ങുന്നു എന്നാണ് വിചാരിക്കാനാവുന്നത്. ദ്വാപരത്തിന്റെ അന്ത്യമായി കലിയുഗം പിറക്കുകയായി. കലി അത് സകല ജനവിഭാഗങ്ങൾക്കും ജ്ഞാനാർജിതരാകുന്നതിനുള്ള കാലമാണ്. കൃഷ്ണനെ തുടർന്ന് നൂറ്റാണ്ടുകൾക്കപ്പുറം ബുദ്ധനും യേശുവും മുഹമ്മദും പിന്നെ നിരവധി ജ്ഞാനികളായ ഗുരുക്കന്മാരും വന്ന് മാനവരാശിയെ വിചാരപരമായി മുന്നോട്ട് നയിക്കുന്ന പ്രക്രിയയിൽ വ്യാപൃതരായി. ഓരോരുത്തരെ സംബന്ധിച്ചും താൻ ആരെന്നോ എന്തെന്നോ ഉള്ള വ്യക്തത വേണ്ടവണ്ണം തരാൻ പര്യാപ്തമല്ലെങ്കിലും മനുഷ്യ മനസ്സുകളിൽ സമ്പന്നമായ യുക്തിയും തത്വചിന്തയും സന്നിവേശിപ്പിച്ച് ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ വിവേകത്തോടെ സാധ്യമാക്കേണ്ടതാണെന്ന ബോധം തരുന്നതിന് കഴിയുന്നു എന്നതിലാണ് കൃഷ്ണൻ മുതലുള്ള ഗുരുക്കന്മാരുടെ പ്രസക്തി നിലകൊള്ളുന്നത്. നിലവിലെ സമൂഹത്തിന്റെ ഉന്നത നിലവാരമുള്ള നിയമങ്ങളെല്ലാം സാധ്യമായതിന്റെ അടിസ്ഥാനം ലോക ഗുരുക്കന്മാരുടെ പ്രബോധനങ്ങളാണ്. മനുഷ്യ ചരിത്രത്തിൽ മുമ്പെങ്ങും കാണാൻ കഴിയാത്ത വിധം ശ്രീകൃഷ്ണൻ മുതൽ വന്ന നിരവധിയായ തത്വവിചാരകരുടെ പ്രബോധനങ്ങൾ ആധ്യാത്മിക തലത്തിൽ സ്വാധീന ശക്തിയായതിനു ശേഷം ഭൗതികമായ നിലനിൽപ്പുകളുടെയും പ്രവർത്തനങ്ങളുടെയും കാരണവും തത്വവും വിവരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ശേഷിയോടെ ശാസ്ത്രം ഉൽപ്പത്തിയായി വികസിതമായി മനസ്സുകളെ നിയന്ത്രിക്കുന്ന നിർണായക സ്വാധീന ശക്തിയായി മാറി. ആ വഴികളിൽ ക്രമേണ സംഭവിച്ച പുരോഗതിയിലൂടെ അതിവിശാലമായ പ്രപഞ്ചത്തിൽ തീർത്തും പരിഗണനാർഹമല്ലാത്ത വ്യാപ്തിയിൽ മാത്രം നിലകൊള്ളുന്ന ഭൂമിയിലെ അല്പപ്രാണിയായ മനുഷ്യൻ അനന്തമായ പ്രപഞ്ചത്തെ
ഭാവനാവിലാസങ്ങൾക്കപ്പുറം ശാസ്ത്രീയമായി അറിയുന്നതിന് പ്രാപ്തമാവുന്ന സ്ഥിതിയിൽ വരെ എത്തി നിലകൊള്ളുന്നു. തൽഫലമായി പരന്ന ഭൂമിയും ഭൂമിയെ താങ്ങുന്ന ശക്തികളുമെല്ലാം അപ്രസക്തമാവുക തന്നെ ചെയ്തു. ഇവിടെ നമുക്ക് ഉന്നതമായ വിചാരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് പ്രേരണ തരുന്നതും പ്രതീക്ഷ തരുന്നതുമായ കാര്യമാണ് ഭൂമി ഉരുണ്ടതും അനന്തമായ ശൂന്യതയിൽ ജ്യോതിർഗോളങ്ങൾ പരസ്പരമുള്ള ആകർഷണ ശക്തിയാൽ നിലകൊള്ളുന്നതും എന്ന യാഥാർത്ഥ്യം സംശയമില്ലാതെ മാനവരാശി അംഗീകരിക്കുന്നു എന്നത്. ഇത്രയൊക്കെ ആയി എങ്കിലും പ്രാപഞ്ചികമായ ഏത് പ്രവർത്തനത്തിന്റെ ഫലമായി നാം ജീവജാലങ്ങൾ ഭൂമിയിൽ ഉൽപ്പത്തിയായി എന്നും പരിണാമപ്പെടുന്നുവെന്നും ഉള്ളത് തീർത്തും പിടിതരാതെ നിലകൊള്ളുന്ന അത്ഭുതം തന്നെയാണ്. നീ എങ്ങനെ ജീവനായി, ഭൂമിയിൽ ഉൽപ്പത്തിയായി? പരമാണുവിൽ തുടങ്ങിയെന്നു കരുതാവുന്ന നീ എന്ന ജീവനിൽ പരിണാമം എങ്ങനെ വന്നുപെട്ടു? താൻ ആരെന്നോ എന്തെന്നോ എന്തിനെന്നോ അറിയില്ലെങ്കിലും മനുഷ്യൻ ഒറ്റയ്ക്കും സമൂഹമായും സൃഷ്ടികർത്താവായ ദൈവത്തെക്കുറിച്ച് വാചാലനായി എന്നും മിടുക്ക് കാണിക്കുന്നതിനെ സ്വന്തം നിസ്സഹായതയുടെ തുറന്നുകാട്ടലായല്ലാതെ കാണാനാവുകയില്ല. ഓരോ വിഭാഗവും ശരിയായ ദൈവം തങ്ങളുടേത് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുവഴി മികച്ച സമൂഹം തങ്ങളുടേത് മാത്രമാണെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേരുന്നു. ജ്യോതിർഗോളങ്ങളെയും പ്രപഞ്ചഘടനയെയും സംബന്ധിക്കുന്ന പോയകാല വിശ്വാസത്തിലെ പ്രശ്നങ്ങൾ ശാസ്ത്രം എന്ന സത്യത്തിന്റെ വികാസത്തോടെ ഇന്ന് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ആവശ്യം മനുഷ്യന്റെ ബോധതലം വികാസം പ്രാപിക്കാൻ തുടങ്ങിയത് മുതൽ വിശ്വാസമായി കൂടെ വന്ന ദൈവത്തെയും നമുക്ക് തന്നെ നിശ്ചയമില്ലാത്ത തികഞ്ഞ നിഗൂഢതകളായി പ്രവർത്തിക്കുന്ന നാം തന്നെയായ ജീവനുകളെയും വ്യക്തതയോടെ അറിയുക എന്നതാണ്.